3 ചോദ്യങ്ങളാണുള്ളത്. ഇതിൽ 2 എണ്ണമെങ്കിലും ഈ 2 ടീമിൽ ഏതെങ്കിലും ഒരു ടീം ആൻസർ ചെയ്തിരിക്കണം. ആ ടീമിന് മാത്രമേ ഗെയിം കളിച്ച് വിൻ ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും. ഓക്കെ, ആ റൗണ്ടിലാണ്, അതായത് ആ മെഗാ പ്രൈസ് റൗണ്ടിലാണ് നിങ്ങൾക്ക് കാറും സ്കൂട്ടറും വിൻ ചെയ്യാനുള്ളത്. ഇതിൽ വിൻ ചെയ്യുന്നത് വലിയ സമ്മാനങ്ങൾ, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന വലിയ സമ്മാനങ്ങളാണ് ഇതിൽ വിൻ ചെയ്യുന്നത്. അല്ലെ, ഇത് തോറ്റു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇനി വല്ലതും പോവോ? ഇപ്പൊ നിങ്ങക്ക് ലാഭാ, ഞങ്ങക്ക് ഇപ്പോഴും പേടിയുണ്ട് അങ്ങോട്ട് പോവാ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന ശേഷം പിന്നീട് പ്രസിഡന്റായ എത്ര വ്യക്തികളുണ്ട്? അതായത് വൈസ് പ്രസിഡന്റായി ഇരുന്നതിന് ശേഷം പ്രസിഡന്റായ എത്ര വ്യക്തികളുണ്ട്? Take a wild guess. ഒരു ചാൻസ്. ഫസ്റ്റ് ബസർ അടിച്ച അവിടെ പറയൂ. 7. തെറ്റായിട്ടുള്ള ഉത്തരം. സോറി. എനിക്കിനി പിടിച്ചേക്കാൻ. 9 ശരിയാണെന്ന് ഓഡിയൻസിന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എന്താണ്? 6 8 പറയണവർ മാത്രം കൈപൊക്കൂ. 8 എന്ന് പറഞ്ഞവരെല്ലാവരും വെരി ഗുഡ്, തെറ്റാണ് ഉത്തരം. ഓക്കെ, 6 ശരിയായ ഉത്തരം. 6. ഇത് കഴിഞ്ഞപ്പോ ഒറ്റ നമ്പറിന് പോയി. കുഴപ്പമില്ല, 2 ചോദ്യങ്ങളുണ്ട് ഇനിയും. ബാക്കി ആ 2 ചോദ്യങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ അവാർഡ് നേടിയിട്ടുള്ള ഒരേ ഒരു ഹൊറർ സിനിമ ഏതാണ്? ഒന്ന് ആലോചിച്ച് പറയൂ. യെസ്, പറഞ്ഞോ. പോൾട്ടർഗൈസ്റ്റ്. പോൾട്ടർഗൈസ്റ്റ് ഉറപ്പിക്കാനുള്ള ഉത്തരവാണോ? തെറ്റാണ്. ഒരു ചെറിയ പഠിപ്പിക്കല്. ആകാശ എങ്ങനെയാണ് ചോദ്യം ചോദിച്ച് ഷാജുന്റെ അടുത്ത് മലയാളമാണോ ഓസ്കർ എന്ന് പറഞ്ഞപ്പോൾ ഓഡിയൻസിന് അറിയോ? ഇല്ല. ഓക്കെ, ഉത്തരം കാനിബലിസം ആണ്. അതിനകത്ത് മെയിൻ സബ്ജക്ട് ആയിരുന്നു ദ സൈലൻസ് ഓഫ് ദ ലാംബ്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗെയിം ഇവിടെ അവസാനിക്കും. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് വെറും കൈയോടുകൂടി ഒരു ടീം പോണു. ഇതുവരെ സ്മാർട്ട് ഷോയുടെ ചരിത്രത്തിൽ വെറും കൈയോട് ആരും പോയിട്ടില്ല. ഇതിനെ വിഷു അല്ലേ, വിഷു കൈനീട്ടം കൊടുത്തായിട്ട് ഞങ്ങളും അതെ അവർക്ക് കൊടുത്തതായിട്ട്. അല്ലെങ്കിൽ മുതിർന്നവരങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ? ഏതോ അതോ ആ വല്യപ്പച്ചനെയാണോ മുതിർന്നവരെന്ന് വിളിച്ചു? നമുക്ക് എല്ലാവർക്കും ഒരാളെ വെൽക്കം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ ജനങ്ങൾ കണ്ടിരിക്കുന്ന ആൾക്കാർ മെസ്സേജ് ചെയ്യുമല്ലോ. ആ മെസ്സേജ് അയച്ചതിൽ നിന്നും ജയിച്ച ആൾക്കാർ ഇവിടെ വന്നാണ് സമ്മാനം വാങ്ങുന്നത്. വെരി ഗുഡ്. അപ്പൊ അതിൽ ജയിച്ച ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല കൈയോടുകൂടി സ്വാഗതം ചെയ്യാം. അശ്വതി രാജൻ ഫാമിലി. മോളാണ് അശ്വതി രാജ്? ഞാനാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കണോ? ഇനി 10 കഴിഞ്ഞു. ഇനി പ്ലസ് 2. അവരാണ് എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത് കേട്ടോ. 10 കഴിഞ്ഞ് പ്ലസ് 2 ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? പരിചയപ്പെടുത്തു. ഇതെന്റെ സിസ്റ്റർ ആണ്. ഇതെന്റെ കസിൻ. ഇത് ലക്ഷ്മി എന്നാണ് പേര്. ഹായ് ലക്ഷ്മി. ഇത് കസിൻ ജോമിറ്റ്. അപ്പൊ നമ്മുടെ വിഷു കൈ നീട്ടമായിട്ട് ഒരു ഫ്രിഡ്ജ് ഫ്രം പിട്ടാപ്പള്ളി ഏജൻസീസ്. മീനാക്ഷി, ഐശ്വര്യമായിട്ട് കൈനീട്ടം അങ്ങോട്ട് പിടിക്കുക. അതെ, അപ്പോ ഇതുപോലെ നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വേദിയിൽ വന്ന് സമ്മാനം സ്വന്തമാക്കാം. ഇതുപോലെ അല്ലട്ടോ, ഇതുപോലെ അല്ല. ഈ സമ്മാനം ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസാനത്തെ ക്ലൂ കേൾക്കണ്ടേ? 3rd ക്ലൂ, മലയാളികൾക്ക് ഈ വൃക്ഷമില്ലാതെ വിഷു സങ്കല്പിക്കാനേ ആവില്ല. ഓക്കെ, ഇനി ഉത്തരങ്ങൾ നേരെ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമ്മാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന വാട്ടർ പ്യൂരിഫയർ ആൻഡ് OTG. അപ്പോ ഇത് രണ്ടും സ്വന്തമാക്കാനായിട്ട് എത്രയും വേഗം QR കോഡ് സ്കാൻ ചെയ്ത് ഉത്തരങ്ങൾ അയച്ചു. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.